ഞാൻ വീൽ ചെയറിലായി. ഓക്കെ, ഇനി ദൈവത്തിന് എന്നെ തിരിച്ച് നടത്തണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടം. അത് എന്ന് വേണമെങ്കിലും അങ്ങനെ ആവും. ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്യും. അതിൻ്റെ ഇടയിൽ ജീവിക്കുക. നമ്മൾ ശരിക്കും മടുത്തെന്ന് വിചാരിക്കുമ്പോൾ 2 രീതിയിൽ പോകുന്നുണ്ട്. ഒന്ന് മടുത്തു, ഇനി വേണ്ടാന്ന് വെച്ച് വിട്ട് കളയുന്നു. രണ്ടാമത്തെ മടുത്തു, ഇനി എന്ത് ചെയ്യാം, ഇത്രയും കഴിഞ്ഞു, ഇത്രയും നാള് ജീവിക്കുന്ന അങ്ങനെ ജീവിച്ചു ഇങ്ങനെ ജീവിച്ചു ഒക്കെ, ഇനി ഇത്രയൊക്കെ വിഷമിച്ച് നടന്നു, മടുത്തു, ഇനി എങ്ങനെ തിരിച്ചു വരാം. അങ്ങനെ 2 രീതിയിൽ ചിന്തിക്കുന്നത്. 2 ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ വരുന്ന എല്ലാവരുടെയും മുന്നിൽ ഈ 2 ഓപ്ഷനാണ് ഉണ്ടാവാറ്. ഞാൻ ചൂസ് ചെയ്ത ഓപ്ഷനാണ് ആ രണ്ടാമത്തെ, തിരിച്ചെങ്ങനെ വരാം എന്നുള്ളൊരു സംഭവം. കാരണം എനിക്ക് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിലോ. കാരണം എനിക്ക് മരിക്കുകയും വേണ്ട, എനിക്ക് ജീവിക്കണം. ഈ ഒരു സംഭവമാണ് എൻ്റെ മൈൻഡിൽ വന്നത്. പിന്നെ ഇനി ഡിപ്പെൻഡ് ചെയ്യാതെ, അമ്മനെ ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ ജീവിക്കാം, ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്കിനി ഈ ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ടുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്. അങ്ങനെ യൂട്യൂബും അങ്ങനെയൊക്കെ ഇരുന്ന് കാണാൻ തുടങ്ങി. അപ്പം +2 പകുതി അവസാനമൊക്കെ ആവാറായപ്പം, അപ്പം ഞാൻ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചാ. +1 +2 ഒക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ പഠിത്തത്തിലൊക്കെ പുറകിലോട്ടൊക്കെ പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ പാരാ സ്പോർട്ടിനെ കുറിച്ചൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ഇങ്ങനെ കളിക്കണ കാണാം വീഡിയോ ഒക്കെ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഓക്കെ ചെയർ ബാസ്കറ്റ്ബോൾ ഉണ്ട്, ബാസ്കറ്റ്ബോൾ എനിക്ക് കളിക്കാമല്ലോ, വീൽ ചെയറിലാണെങ്കിൽ എനിക്ക് കളിക്കാം. ഫസ്റ്റ് ഞാൻ എടുത്ത സ്റ്റെപ്പ്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റെപ്പ്, ആളുകളെ ഫേസ് ചെയ്യാം നമ്മൾ. കാരണം സ്കൂളിൽ പോകുമ്പം ഞാൻ അങ്ങനെ ഇന്റർവെല്ലിന് പുറത്തിറങ്ങാൻ തുടങ്ങി. ഞാൻ ക്ലാസ്സിൽ കയറിയ എല്ലാവരും ഇറങ്ങി പോണവരെ ക്ലാസ്സിനകത്താ, അത് കഴിഞ്ഞേ ഇറങ്ങി പോകത്തുള്ളൂ. അങ്ങനെ പതുക്കെ ഞാൻ ഇന്റർവെല്ലിന് പുറത്തിറങ്ങാൻ തുടങ്ങി, അസംബ്ലിക്ക് പോകാൻ തുടങ്ങി. അപ്പൊ കുഞ്ഞു പിള്ളേരൊക്കെ വന്നു, ചേച്ചി എന്താ ഈ വണ്ടിയില്? അത് പറഞ്ഞു, ചേച്ചി അങ്ങനെ അടിപൊളി ചേച്ചിമാരൊക്കെ വണ്ടിയിലേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലെല്ലാം മാറ്റിയെടുക്കാൻ തുടങ്ങി. ആ ഒരു സിമ്പതറ്റിക് സാധനം അന്നേരം കുറെ ആളുകളെ സിമ്പതി രീതിയിൽ വരുന്ന ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഓരോ ദിവസവും സ്കൂളിൽ പോയി ഓരോന്ന് കിട്ടുന്ന സാധനം ഞാൻ ഓക്കെ, ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു സംഭവം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ അസംബ്ലിക്ക് പോയിരിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ എടുത്തൊരു സ്റ്റെപ്പ്, ഞാൻ എൻ്റെ വീൽ ചെയറിൽ ക്ലാസ് കഴിഞ്ഞ് ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പോയിട്ട് വീൽ ചെയറിൽ ഇരുന്ന് ബോൾ എറിയാൻ തുടങ്ങി. അപ്പം എൻ്റെ കോച്ച് എൻ്റെ അടുത്ത് നിന്നിരുന്ന് എന്നെ ബോൾ എറിയിപ്പിക്കും, എനിക്ക് ബോൾ പിടിച്ച് തരും, അങ്ങനെ എറിയിപ്പിക്കും. അങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് എടുത്തു. അപ്പം മമ്മി എന്നും ഞാൻ കരഞ്ഞേ കണ്ടിട്ടുള്ളൂ. പിന്നെ എൻ്റെ ആഗ്രഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. ഇനിയും മമ്മീനെ ഡിപ്പെൻഡ്. മമ്മി ജോലിയൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ഹോസ്റ്റലിലായിരുന്നു, സിസ്റ്റർമാരുടെ അടുക്കളയിൽ പണി ചെയ്താ മമ്മി നിന്നുകൊണ്ടിരുന്ന അവിടെ. പിന്നെ എൻ്റെ മനസ്സിലായി ഇനി ഡിപ്പെൻഡ് ചെയ്യരുത്. ഞാൻ മമ്മിയോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കില്ല, ഞാൻ ഹോസ്റ്റലിൽ പോയി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കൂ, വീടിൻ്റെ അടുത്തും എനിക്ക് കോളേജ് വേണ്ട, ഞാൻ എങ്ങോട്ടേലും പൊക്കോളാം, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം മമ്മിയോട് പറഞ്ഞു. ആദ്യം സമ്മതിച്ചൊന്നുമില്ല, എല്ലാ അമ്മമാരെ പോലെ തന്നെ ഒരിക്കലും പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, എത്ര നാളെ ഞാൻ മമ്മീനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും, എനിക്കിനി എത്ര വർഷം ജീവിക്കാനുള്ളതാ, എത്ര നാളെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മമ്മി ഇപ്പൊ ഒന്ന് ഇപ്പൊ എനിക്ക് ഒരു അവസരം എന്താ, എനിക്ക് പറ്റില്ല, ഞാൻ തിരിച്ചു വരാം, എനിക്കൊരു ചാൻസ് അങ്ങനെ പറഞ്ഞ് മമ്മീനെ ധൈര്യപ്പെടുത്തി വിശ്വസിപ്പിച്ചെടുത്ത് കാക്കനാട് ജെയിൻ യൂണിവേഴ്സിറ്റി പോയി അഡ്മിഷൻ എടുത്തു. ചില റീൽസിലൊക്കെ ചില BGM ഇട്ട് ഇപ്പോൾ എവിടെ നിൽക്കുന്നു നിങ്ങളുടെ ആ ഒരു ഹീറോ എന്ന് ചോദിക്കുന്ന പോലത്തെ അവസ്ഥയാണ്. അപ്പൊ കഥ മാറി. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻ, ലോകത്ത് 10ാം നമ്പർ 1 പ്ലെയർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്.